നവംബർ 21 വെള്ളിയാഴ്ച. ലൂക്ക 19 45 മുതൽ 48 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയായിരുന്ന മറിയയെ അവളുടെ മാതാപിതാക്കളായ വിശുദ്ധരായ ജോക്കിമും ആനും ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചു. മറിയയുടെ ഈ സമർപ്പണം ബൈബിളിൽ കാണുന്നില്ലെങ്കിലും ഇത് പുരാതന സഭാ പാരമ്പര്യത്തിൽ നിന്നാണ് വരുന്നത്. മറിയയുടെ ജീവിതം തുടക്കം മുതൽ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരുന്നുവെന്ന് കാണിക്കുന്നതിനാൽ ഈ തിരുനാൾ പ്രാധാന്യമർഹിക്കുന്നു. അവളുടെ ഗർഭധാരണം മുതൽ അവൾ യേശുവിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിനായി നീക്കിവച്ചിരുന്നുവെന്ന് നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതത്തിലെ ഈ പ്രത്യേക സമർപ്പണത്തെ ബഹുമാനിക്കുന്നതിലൂടെ ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കാനും സഭ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം ചെയ്തിരുന്നവരെ പുറത്താക്കിക്കൊണ്ട് എൻ്റെ ഭവനം പ്രാർത്ഥനാലയമായിരിക്കും, എന്നാൽ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്ന് പ്രഖ്യാപിക്കുന്നത് കാണാം. ദൈവാലയം പവിത്രമാണ്. യേശുവിന് അത് ഒരിക്കലും ലാഭമുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ വഞ്ചന തുടങ്ങിയ പാപങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാകരുത്. മാത്രമല്ല, ആരാധകരെ വ്യതിചലിപ്പിക്കുന്ന ശബ്ദവും ദുർഗന്ധവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എതിരായ ഒരു എതിർപ്പ് മാത്രമല്ല അത്, മറിച്ച് ആരാധനയിൽ നിന്ന് ആളുകളെ അകറ്റി വാണിജ്യത്തിലേക്കും ലാഭത്തിലേക്കും ശ്രദ്ധ മാറിപ്പോകുന്ന പവിത്രമായ സ്ഥലത്തിൻ്റെ ദുരുപയോഗമായിരുന്നു അത്. ഈ സംഭവം നമ്മുടെ സ്വന്തം ഹൃദയങ്ങളുടെ അവസ്ഥയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം നിശ്ചയിച്ച മുൻഗണനകളും പരിഗണിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. വിശാലമായ അർത്ഥത്തിൽ ദേവാലയത്തിലെ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ദേവാലയത്തെക്കുറിച്ച്, നമ്മുടെ ഹൃദയം, മനസ്സ്, ആത്മാവ് എന്നിവയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയങ്ങളാണെന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. അതിനാൽ യേശു ജെറുസലേമിലെ ഭൗതിക ദേവാലയം ശുദ്ധീകരിക്കാൻ ശ്രമിച്ചതുപോലെ നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിലെ ആത്മീയ ദേവാലയം ശുദ്ധീകരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. സത്യാരാധനയെയും ദൈവവുമായുള്ള അടുപ്പത്തെയും മറയ്ക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കുടികൊള്ളുന്ന ഏതൊരു വൈദല്യങ്ങളോ വിട്ടുവീഴ്ചകളോ അവൻ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശുദ്ധി, അനുകമ്പ, കൃപ എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ദേവാലയങ്ങളായി തീരട്ടെ നാം ഓരോരുത്തരും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.